അല്പസമയത്തിനകം പുഷ്പചക്രം സമർപ്പിക്കുന്ന ചടങ്ങായിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ അനന്തൻ? തീർച്ചയായിട്ടും ഇനി ആ ചടങ്ങാണ് ബാക്കിയുള്ളത്. അത് പോലീസ് ആസ്ഥാനത്ത് ഉണ്ടായിരുന്ന ജൂനിയർ IPS ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് വന്ന് ആ പുഷ്പചക്രം അർപ്പിക്കുന്ന സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ്. അവിടേക്ക് സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റ റവട ചന്ദ്രശേഖരനും മറ്റും ADGPമാരും കൂടി ഒരുമിച്ചാണ് അവിടേക്ക് എത്തുന്നത്. അവിടെ പുഷ്പചക്രം അർപ്പിച്ചു കഴിഞ്ഞാൽ ചടങ്ങ് പൂർണ്ണമായും പൂർത്തിയായി കഴിയും. അതോടുകൂടി സംസ്ഥാന പോലീസ് മേധാവിയായി റവട ചന്ദ്രശേഖരൻ സ്ഥാനത്ത് ഇനി 2 വർഷത്തേക്ക് അദ്ദേഹമാണ് ആ സ്ഥാനം അലങ്കരിക്കുന്നത്. 1 വർഷമാണ് അദ്ദേഹത്തിൻ്റെ കാലാവധിയുള്ളത്, വിരമിക്കാനുള്ള കാലാവധിയുള്ളത്. സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയാകുന്ന ഉദ്യോഗസ്ഥന് 2 വർഷം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 1 വർഷം സർക്കാർ നീട്ടി നൽകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ 2 വർഷം അദ്ദേഹം ഈ പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവിയായി ഉണ്ടാകും. ഇനി സംസ്ഥാന പോലീസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് റവട ചന്ദ്രശേഖരൻ വരുത്താൻ പോകുന്നതെന്നൊക്കെയുള്ളതാണ് ഇനിയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇനി കണ്ടറിയേണ്ടത്. കാരണം IB-യിൽ നിന്ന് ദീർഘകാലം അദ്ദേഹം ഇന്റലിജൻസ് ബ്യൂറോയിലായിരുന്നു. അവിടുത്തെ അനുഭവ സമ്പത്തുമൊക്കെ ആയിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ പുതിയ കുറ്റകൃത്യങ്ങളുടെയൊക്കെ കാലത്ത്, സൈബർ ക്രൈം വർദ്ധിച്ചു വരുന്ന കാലത്ത്, മയക്കുമരുന്ന് ലോബികൾ ശക്തമായി സംസ്ഥാനത്ത് വേരോട്ടമുണ്ടാക്കുന്ന കാലത്ത് പോലീസ് മേധാവി എന്ന നിലയിൽ അദ്ദേഹം ഇനി ഏതൊക്കെ രീതിയിൽ കാര്യക്ഷമമായി ഇടപെടും എന്നുള്ള കാര്യം ശ്രദ്ധേയമായിരിക്കും. കാരണം ഷേഖ് ദർവേസ് സാഹിബ് പോകുമ്പോൾ അദ്ദേഹം ശക്തമായ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു നടപടി മുന്നോട്ട് വെച്ചത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട നടപടിക്കാണ്. അത് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ദിവസവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രതികളെ അല്ലെങ്കിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ആ നടപടി ഇപ്പോഴും പുരോഗമിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ, അത് ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനൊപ്പം തന്നെ കേരളത്തിലെ പോലീസിനകത്ത് ഉണ്ടായിരുന്ന വിവിധ സെല്ലുകൾ യോജിപ്പിച്ചുകൊണ്ട് അത് സൈബർ ഡിവിഷൻ എന്ന് പറയുന്ന പോലീസ് വിഭാഗത്തെ രൂപീകരിക്കുന്നതിലും ഷേഖ് ദർവേസ് സാഹിബ് മുൻകൈ എടുത്തിരുന്നു. ഈ 2 കുറ്റകൃത്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ 2 മേഖലയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ സജീവമായി കേരളത്തിലുള്ളത്. അപ്പോൾ അതിനെ കാര്യക്ഷമമായി നേരിടാൻ എന്തൊക്കെ മാർഗങ്ങൾ അവലംബിക്കും, പുതിയ ആശയങ്ങൾ ഉണ്ടോ എന്നൊക്കെ പുതിയ പോലീസ് മേധാവിയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റ റവട ചന്ദ്രശേഖർ മാധ്യമങ്ങളെ ഇന്ന് കാണും എന്ന്, വാർത്താ സമ്മേളനം നടത്തും എന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് അറിയിപ്പുണ്ടായിരുന്നു. അത് എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ അതിനു മുൻപ് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത പോലീസ് ആസ്ഥാനത്ത് നിന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് കൂടുതൽ ഒരു വ്യക്തത ആ വാർത്താ സമ്മേളനത്തിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ദീർഘകാലം സംസ്ഥാനത്ത് നിന്ന് മാറി നിന്ന കേരള കേഡർ 1991 ബാച്ചിലെ ആ ഉദ്യോഗസ്ഥൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ സർവീസിൻ്റെ ഏറ്റവും അവസാന സമയത്ത് സംസ്ഥാന പോലീസ് മേധാവിയായി തന്നെ കരുത്തനായി ഉള്ള തിരിച്ചു വരവാണ്. അത് നമുക്കറിയാം, നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ട് ആ സർവീസിൽ പ്രവേശിച്ച് തലശ്ശേരി ASP ആയി പോസ്റ്റിംഗ് കിട്ടി 48ാമത്തെ മണിക്കൂറിലാണ് കൂത്തുപറമ്പ് വെടിവയ്പ് ഉണ്ടാകുന്നത്. അതിൽ ആ വെടിവയ്പ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരിൽ ഒരാളായി ഉൾപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം നിയമ നടപടികൾ നേരിട്ടു. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കം വളരെ ഈ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നിറഞ്ഞായിരുന്നു. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി പോലീസ് ആസ്ഥാനത്ത് SPCയുടെ ഓഫീസിൽ നിന്ന്, അതായത് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഓഫീസിൽ നിന്ന് പുഷ്പചക്രം അർപ്പിക്കുന്ന സ്തൂപത്തിന് സമീപത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ADGPമാരുടെ അകമ്പടിയോടെ H. വെങ്കടേഷ് ADGP ആണ് ഏറ്റവും മുൻപിലുള്ളത്. അതിനുശേഷം സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖരൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ADGP S. ശ്രീജിത്ത് അടക്കമുള്ളവർക്ക് ഒപ്പമാണ്. ബറ്റാലിയൻ ADGP MR അജിത് കുമാർ അടക്കമുള്ള ADGP 3 ADGPമാർ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ട്. പുഷ്പചക്രം അർപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ, ജൂനിയർ IPS ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. അവിടേക്കാണ് അദ്ദേഹം വരുന്നത്. ഈ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ തുടങ്ങിയവർക്കൊപ്പം പുതിയ മേധാവിയായി ചുമതലയേറ്റ റവട ചന്ദ്രശേഖർ പുഷ്പചക്രം സമർപ്പിക്കാനായി എത്തുകയാണ്. ഔദ്യോഗികമായി ചുമതലയേറ്റ ശേഷമാണ് അധികാരദണ്ഡ് കൈമാറ്റവും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ പുഷ്പചക്രം സമർപ്പിക്കാനായി എത്തുന്നത്. 7 മണിക്ക് പോലീസ് ആസ്ഥാനത്തെത്തി സല്യൂട്ട് സ്വീകരിച്ചാണ് അദ്ദേഹം ഓഫീസിലേക്ക് കടന്നിരിക്കുകയും ഒപ്പം പോലീസ് മേധാവി കസേരയിൽ ഇരുന്നു കൊണ്ട് രേഖകളിൽ ഒപ്പിട്ട് അദ്ദേഹം പോലീസ് മേധാവിയായി ചുമതലയേൽക്കുകയും ചെയ്തത്. പിന്നീടാണ് അധികാരദണ്ഡ് കൈമാറ്റം ഉണ്ടായത്.